ഒന്ന് ശബ്ദം കുറയ്ക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും മാത്രം കേട്ടാ മതി. ഈ വീട്ടിൽ പഠിക്കാനും സമ്മതിക്കില്ല. സ്കൂള് വിട്ട് വന്ന ഉടനെ ബാഗ് എടുത്തങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ചെരിപ്പുരുട്ടി കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്താണ് ഇവ ചോദിച്ചപ്പോ പറയാ നിങ്ങളെ ജോലി നോക്കാനെന്ന്. ഇങ്ങനെ വിട്ടാലുണ്ടല്ലോ നാളെ നിന്നെ ആയിരിക്കും കുറ്റം പറയാ. ഞാൻ പറയുന്നത് സത്യമാ. അയ്യോ ഇതെന്താണ് ഇത്? ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായി. അത് എന്റെ കുറ്റമൊന്നുമല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊന്നുണ്ട്. അത് കറക്കുന്നത് ഞാനല്ല. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എന്റെ പ്രായം കുറയാൻ പോകുന്നില്ല. 36 വയസ്സിലൊന്നും അല്ല ഞാൻ നിന്റെ അമ്മയായത്. 23 വയസ്സിൽ ഞാൻ നിന്റെ അമ്മയായി. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പോഴും അച്ഛനും മോളും അയർലാൻഡ് എന്ന് കുതിക്കുന്നേ. കഴിഞ്ഞ വർഷം അയർലാൻഡ് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അമ്മയോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്തിനാ ഇപ്പൊ ചൂടാവുന്നേ? പിന്നെ ഒരു ഡ്രീം നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായവർക്കേ മനസ്സിലാവും. 13 വയസ്സിൽ നിനക്കെന്താ അത്ര ഡ്രീം? ഞങ്ങളുടെ കാലത്തിൽ 1-2 മാത്രമേ തലതിരിഞ്ഞു പോകൂ. ഇപ്പൊ എല്ലാം തലതിരിഞ്ഞു പോയി. ഇന്റർനെറ്റ് കാരണം. എന്റെ കോളേജ് ഓട്ടോഗ്രാഫ് ബുക്കിലെ ഡോണ്ട് ഫർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ് എഴുതിയത് ആരാന്നറിയോ? ബ്രിട്ടാനിയ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോഴും ഉണ്ട്. എന്നെക്കാളും മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. കാണണോ? ഞാനതൊരു 500 പ്രാവശ്യം കണ്ടതാ. ഇനി അത് പൂജവെപ്പിനും കൃഷ്ണജയന്തിക്കും എടുത്താൽ മതി. നിന്റെ ഡ്രീം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയല്ലേ ഞാൻ എന്റെ ഡ്രീം മറന്നത്. ഓ, എത്ര വലിയ സാക്രിഫൈസ്. ഒരു അമ്മ ഇതുപോലത്തെ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നേടാം. അമ്മ എല്ലാം ചെയ്തിട്ട് എന്റെ തലയെ പഴിച്ചായിരിക്കാ. ഒന്നും തലയിലേക്ക് വെക്കുവല്ല. നീ സ്വപ്നം കാണുന്ന രീതിയിലാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്റെ അമ്മ അങ്ങനെയല്ല വളർത്തിയത്. എല്ലാവരും പെൺകുട്ടികളെ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാ വളർത്തുന്നത്. ആ കാലത്തെല്ലാം അങ്ങനെയാ. നിന്നെ പോലെ ഈ രീതിയിൽ ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ ചൂല് കെട്ടുകൊണ്ട് അടിച്ച് താഴെ ഇടുമായിരുന്നു. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിച്ച ഐ ബിക്കം ഓൾഡ്. പെട്ടെന്ന് കിളവിയാകും. എനിക്ക് ഒരുപാട് പ്രോജക്ട് ചെയ്യാനുണ്ട്, തീർക്കണം.